പ്രമേഹ രോഗികൾക്ക് പഴങ്ങൾ കഴിക്കാമോ ഇല്ലേ എന്ന് ആൾക്കാർക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. എന്നാൽ പ്രമേഹ രോഗികൾക്ക് പഴങ്ങൾ കഴിക്കാം. എങ്ങനെയുള്ള പഴങ്ങൾ? അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ ശരിയായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഷുഗർ ലെവൽ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കും. ഞാൻ ഇന്ന് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത് പറയുന്നത് ആപ്പിൾ ആണ്. ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് നമ്മളുടെ ഷുഗർ സ്ലോ ആയിട്ട് മാത്രമേ ഉയരത്തുള്ളൂ. രണ്ടാമത്തെ പെയറാണ്. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസ് സ്ഥിരതയോടെ നിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മൂന്നാമത് പേരയ്ക്കാണ്. ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സിയും ഫൈബറും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുമാണ്. നാലാമത് പറയുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ചിന്റെ ജ്യൂസ് അല്ല കഴിക്കുന്നത്, മുഴുവൻ പഴമായിട്ടും കഴിക്കണം. ഇതൊപ്പം നമ്മളുടെ ഷുഗർ സ്പൈക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അഞ്ചാമെന്ന് പറയുന്നത് സ്ട്രോബെറി ആണ്. ഇതിൻ്റെ അകത്ത് ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട്. ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവുമാണ്. ആറാമത് പറയുന്നത് ചെറിയാണ്. ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഏഴാമത് കിവിയാണ്. ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റും വൈറ്റമിൻ സി ഒക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഷുഗർ നിയന്ത്രണത്തിലായിട്ട് നിർത്തും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജ്യൂസായിട്ട് നമ്മൾ ഇത് കഴിക്കരുത്. മുഴുവൻ പഴമായിട്ട് മാത്രം കഴിക്കുക. ഒരു സമയത്ത് നമ്മൾ ചെറിയ അളവിൽ മാത്രം കഴിക്കുക. ഭക്ഷണത്തിന് ശേഷമല്ല നമ്മൾ ഇത് കഴിക്കേണ്ടത്. ഇടയ്ക്കുള്ള സ്നാക്സ് ഒക്കെ ആയിട്ട് വേണം ഇത് കഴിക്കാൻ. പഴം ഒഴിവാക്കേണ്ടതില്ല. പക്ഷേ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ ശരിയായ അളവിൽ കഴിച്ചാൽ നമ്മളുടെ പ്രമേഹം നിയന്ത്രണത്തിൽ തന്നെ നിർത്താനായിട്ട് സാധിക്കും.